Hi everyone, welcome to Learn with Basil Nilamtra and welcome to the part 2 of underwriting of shares and debentures. ഇപ്പോൾ പാർട്ട് വണ്ണിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് എന്താണ് അണ്ടർറൈറ്റിംഗ് എന്ന് പഠിച്ചു, എന്താണ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയ എടുത്തു, എന്താണ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ എന്ന് പഠിച്ചു, എങ്ങനെയാണ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രോബ്ലത്തിന്റെ സഹായത്തോടുകൂടി പഠിച്ചു. അതേപോലെ തന്നെ നിങ്ങളുടെ സി എ ഇന്റർമീഡിയറ്റ് ആണെങ്കിലും സി എം എ ഇന്റർമീഡിയറ്റ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് ചോദിക്കുന്ന ഒറ്റ ക്വസ്റ്റ്യൻ ആണ് നെറ്റ് ലയബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ അതിന്റെ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു, അതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു. ഫോർമാറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ആ ഫോർമാറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ചെയ്തു. ഇനിയും വീണ്ടും ഇത് തന്നെയാണ് നിങ്ങളുടെ എക്സാമിനേഷൻ ക്വസ്റ്റ്യനിൽ ചോദിക്കാറ്. അപ്പൊ ഈ ഫോർമാറ്റ് ക്ലിയർ ആക്കാനും ആ കോൺസെപ്റ്റ് ഫോർമാറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാനുള്ള കോൺസെപ്റ്റ് തറോ ആക്കാനും സി എ ഇന്റർമീഡിയറ്റിനും ആസ് വെൽ ആസ് സി എം എ ഇന്റർമീഡിയറ്റിനും വീണ്ടും നമ്മൾ പ്രോബ്ലം ചെയ്ത് ഇവിടുന്ന് ഫുൾ മാർക്ക് കിട്ടാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഫോർമാറ്റ് ആണ് ഓർത്ത് വെക്കേണ്ടത്. ഫോർമാറ്റ് ക്ലിയർ ആയാൽ പ്രാക്ടീസ് മാക്സിമം ക്വസ്റ്റ്യൻ ഞാനൊരു 4 ക്വസ്റ്റ്യൻ ഇവിടെ പ്രാക്ടീസ് ചെയ്യും. ഇതുവരെ സി എ ഇന്റർമീഡിയറ്റിലും സി എം എ ഇന്റർമീഡിയറ്റിലും ചോദിച്ച ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പിനേഷന്റെ 4 ക്വസ്റ്റ്യൻ അത് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് തറവാക്കുക. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ നോട്ട് പ്രസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് തറോ ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് കറക്റ്റ് സമയത്ത് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ചെയ്യുക. സോ ക്വസ്റ്റ്യൻ നമ്പർ 2 വായിക്കൂ. A company resolved to issue 5 lakh equity shares of rupees 10 each at a premium of rupees 1 per share. 50,000 of these shares were taken up by the directors and their relatives, the entire amount being received forthwith. അപ്പോൾ 5 lakh equity shares ആണ് ഇഷ്യൂ ചെയ്തത്. അതിൽ 50,000 ഷെയർസ് ഡയറക്ടേഴ്സും റിലേറ്റീവ്സും എടുത്തു. ബാലൻസ് എത്ര ഷെയർസ് ആണ് പബ്ലിക്കിന് കൊടുക്കുന്നത്? 4,50,000. 5 lakhs 50,000 ഡയറക്ടേഴ്സും റിലേറ്റീവ്സ് എടുത്തു. പബ്ലിക്കിന് അവൈലബിൾ ആയിരിക്കുന്നത് 4,50,000 ഷെയർസ് ആണ്. റിമൈനിങ് ഷെയർസ് were offered to public, that is 4,50,000. The entire amount being asked for with application. Issue was undertaken by P, Q, and R for a commission of 2% of the issue price. 65% of issue was underwritten by P, Q, and R in the share of 25% and 10% respectively. So, their firm underwriting was as follows: P 15,000 shares, Q 10,000 shares, R 5,000 shares. Underwriters were to submit unmarked application for shares underwritten firm with full application money along with the members of general public. Marked application were 59,750, 28,750 and 5,250. Unmarked application totaled 3,50,000. Accounts with underwriters were promptly settled. You are required to prepare a statement calculating liability of underwriters for shares other than shares underwritten form and also calculate amount due or to the underwriters. So then the first part നമ്മൾ already പഠിച്ചതാണ്, calculation of liability of underwriters. So ഇതെങ്ങനെ calculate ചെയ്യുന്നു? Point. Calculation of liability. So first part, calculation of liability. ആരൊക്കെയാണ് ഇവിടെ അണ്ടർറൈറ്റേഴ്സ്? പിയും ക്യൂവും ആറും. പി ക്യു ആർ. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തിരുന്നത്? ആ ഫോർമാറ്റ് ഓർത്ത് വെക്കുക. ആ ഫോർമാറ്റിൽ ഫസ്റ്റ് എന്താ പറഞ്ഞിരുന്നത്? ഗ്രോസ് ലയബിലിറ്റി. ഫസ്റ്റ് പറഞ്ഞിരുന്നത് ഗ്രോസ് ലയബിലിറ്റി. എത്രയാണ് ഗ്രോസ് ലയബിലിറ്റി? ക്വസ്റ്റ്യൻ വായിക്കും. പബ്ലിക്കിന് ഓഫർ ചെയ്തിരിക്കുന്നത് 4,50,000 ആണ്. This issue was undertaken by P, Q, and R in the ratio of 65, Q 25, and R 10%. പബ്ലിക്കിന് ഓഫർ ചെയ്തിരിക്കുന്നത് 4,50,000 ഷെയർസ് ആണ്. അതിന് 65% പി ആണ് എടുത്തത്. പബ്ലിക്കിന് ഓഫർ ചെയ്തിരിക്കുന്നത് 4,50,000 ആണ്. അതിന്റെ 25% എടുത്തിരിക്കുന്നത് ക്യൂ ആണ്. ആൻഡ് പബ്ലിക്കിന് ഓഫർ ചെയ്തിരിക്കുന്ന 4,50,000 10% എടുത്തിരിക്കുന്നത് ആറാണ്.
So 4,50,000 into 65,000. Now calculator into 65%. Calculator use a gross liability 2,92,500. Q ne sambandhichidatholam amount 4,50,000 into 0.25, 1,12,500. And 45,000. ഇനി നമ്മൾ ഫോർമാറ്റിൽ എന്താ പഠിച്ചിരുന്നത്? ലെസ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ. എവിടെയാണ് ഫോർമാറ്റ്? കഴിഞ്ഞ പാർട്ടിൽ അത് പഠിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടേഷൻ ഓഫ് അണ്ടർ റൈറ്റേഴ്സ് ലയബിലിറ്റി. ഫസ്റ്റ് ഗ്രോസ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. സെക്കൻഡ് വൺ എന്താ ചെയ്യേണ്ടത്? മാർക്ക്ഡ് ആപ്ലിക്കേഷൻ ലെസ് ചെയ്യണം. അപ്പൊ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. മാർക്ക്ഡ് ആപ്ലിക്കേഷൻ ലെസ് ചെയ്യുന്നു. മൈനസ് സബ്സ്ട്രാക്ട് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ. എത്രയാണ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ? മാർക്ക്ഡ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പറയുന്നത് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ. മാർക്ക്ഡ് ആപ്ലിക്കേഷൻ വേർ ആസ് ഫോളോസ്. പീക്ക് 59,750. പിയുടെ മാർക്ക്ഡ് ആപ്ലിക്കേഷൻ 59,750 ലെസ് ചെയ്യുന്നു. ക്യൂയുടെ മാർക്ക്ഡ് ആപ്ലിക്കേഷൻ 28,750 ലെസ് ചെയ്യുന്നു. ആ ഫോർമാറ്റ് അറിയാലോ, മാത്രമേ ഇതിലുള്ളൂ. ഇത് ക്ലിയർ ആണെങ്കിൽ യു ക്യാൻ സ്കോർ ഫുൾ മാർക്സ് ഇൻ CA ഇന്റർമീഡിയറ്റ് and CMA intermediate. And R under 5,250. ഇനി എന്താണ് ചെയ്യുന്നത്? ഫോർമാറ്റിലോട്ട് നോക്കാം. സബ്സ്ട്രാക്ട് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ. Then step number 3, സബ്സ്ട്രാക്ട് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ. പാർട്ട് 1 നമ്മൾ ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ തന്നിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മളൊരു ഫോർമാറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോർമാറ്റ് യൂസ് ചെയ്ത് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ചു. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇവിടെ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ ടോട്ടൽ 3,50,000. അപ്പൊ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷന്റെ ടോട്ടൽ ഇവിടെ തന്നിട്ടുണ്ട്. അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ 3,50,000. അപ്പൊ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വീതിച്ചു കൊടുക്കുക? ഇന്ത്യൻ ഗ്രോസ് ലയബിലിറ്റി. അതും ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചതായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഗ്രോസ് ലയബിലിറ്റി എത്രയാ? ഇത് വീതിച്ചു കൊടുക്കേണ്ടത്, റേഷ്യോ എടുക്കേണ്ടത് ഗ്രോസ് ലയബിലിറ്റിയുടെ റേഷ്യോ. ഗ്രോസ് ലയബിലിറ്റിയുടെ റേഷ്യോ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 65-ഉം 25-ഉം 10-ഉം. നമ്മൾ ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇതൊന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അത് ഞാൻ പറഞ്ഞ 4 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ മതി. 4ഉം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സെയിം കോൺസെപ്റ്റ് ആണ്. ചില കാര്യങ്ങൾ പുതുതായിട്ട് വരുന്നു, അത് പഠിക്കുക. അതാണ് CA ഇന്റർമീഡിയറ്റിനും CMA ഇന്റർമീഡിയറ്റിനും ആകെ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് CA ഇന്റർമീഡിയറ്റ് ആണെങ്കിലും CMA ഇന്റർമീഡിയറ്റ് ആണെങ്കിലും എക്സാമിനേഷനിൽ ഫുൾ മാർക്ക് അണ്ടർ റൈറ്റിംഗ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് സ്കോർ ചെയ്യാൻ പറ്റും. സോ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ ടോട്ടൽ എത്ര അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നത്? 3,50,000 ആണ്. അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ ഞാൻ ഇവിടെ റെഡിങ്ങിൽ കാണിക്കുന്നുണ്ട്. വർക്കിംഗ് 3,50,000 ആണ്. 3,50,000 into 65% പീക്ക്. 3,50,000 our liability Q 25% and R 3,50,000 into 10%. So unmarked application. So 3,50,000, use your calculators, into 65%, 2,27,500. 2,27,500 less or minus. 3,50,000 into 0.25 or 25%, 87,500 minus. And this is 35,000. So 2,92,500. So ഇവിടെ ഒരു കാര്യം ചെയ്യാനുണ്ട്. ഓക്കെ, ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് മൈനസ് ചെയ്യുന്നുണ്ട്. 2,92,500 minus 59,750 minus 2,27,500, 5,250. Q 1,12,500 minus 28,750 minus 87,500. Q negative 3,750 ആണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സർപ്ലസ്. R 45,000 minus 5,250 minus 35,000, 4,750. Okay. So ഇതെന്തായിരുന്നു റിസൾട്ട്? ഇതൊന്നെങ്കിൽ സർപ്ലസ് ആണ് അല്ലെങ്കിൽ ലയബിലിറ്റി ആണ്.
ഓക്കെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തിരുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യനിലും ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇതാ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, സോ നൗ ഇനി എന്ത് ചെയ്യണം? ഈ സർപ്ലസ്, ഇവിടെ ഒരു സർപ്ലസ് ഉണ്ട്. സർപ്ലസ് ആർക്കുണ്ടായിരുന്ന? ക്യൂ. സർപ്ലസ് ഓഫ് ക്യൂ അലോക്കേറ്റഡ്. ആർക്ക് അലോക്കേറ്റ് ചെയ്യാം? പിന്നും ആറിനും. ഏത് റേഷ്യോയില്? അവരുടെ റേഷ്യോ. അവരുടെ റേഷ്യോ എത്രയാ? 65ഉം 10ഉം. 65:10. സോ ഇവിടെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഇയാൾക്ക് സർപ്ലസ് ഒന്നും ഇല്ലാതായി മാറും. ബട്ട് ഇവിടെ എന്തായിട്ട് മാറും? ഞാൻ പെണ്ണിന്റെ കളർ മാറ്റുന്നുണ്ട്. സോ 5000 സർപ്ലസ് ഉണ്ടായിരുന്നത് 3750 ആണ്. അതിൽ 65/75 ക്യൂ എടുക്കും, പി എടുക്കും. 3750 റേഷ്യോ 65ഉം 10ഉം ആണ്. അപ്പൊ ടോട്ടൽ 75 ഉണ്ട്. അതിൽ 10 ആർ എടുക്കും. സോ 3750 divided by 75 into 65, 3250. 3250 minus, and here 500 minus. So ipo 5250 minus 3250, 2000. It is 0, and this is 4750 minus 500, 4250. ഇനി എന്ത് ചെയ്യണം? ഇതിപ്പോ നെറ്റ് ലയബിലിറ്റി ആണ്. ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് നെറ്റ് ലയബിലിറ്റി. ഇനി എന്ത് ചെയ്യണം? പ്ലസ് ഫേം അണ്ടർറൈറ്റിംഗ്, പ്ലസ് ഫേം അണ്ടർറൈറ്റിംഗ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത അതേപോലെ തന്നെ ഫേം അണ്ടർറൈറ്റിംഗ്. എത്രയാണ് ഫേം അണ്ടർറൈറ്റിംഗ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫേം അണ്ടർറൈറ്റിംഗ് 15,000, 10,000 and 5,000. 15,000, 10,000 and 5,000. അപ്പൊ ഇതും കൂടി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ ലയബിലിറ്റി കിട്ടും. ടോട്ടൽ ലയബിലിറ്റി. അപ്പൊ ടോട്ടൽ ലയബിലിറ്റി 2000 plus 15 equal to 17,000, 10,000 and 9,250. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. എന്തായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചത്? You are required to prepare a statement calculating liability of underwriters. So 17,000. Next, also calculate amount due or from to the underwriters. ഇത് പുതിയൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. Amount due or from to the underwriters. നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അണ്ടർ ഫസ്റ്റ് പാർട്ടില് അണ്ടർറൈറ്റേഴ്സിന് എന്ത് കൊടുക്കണം? കമ്മീഷൻ കൊടുക്കണം. അപ്പോൾ അണ്ടർറൈറ്റേഴ്സ് പി, ക്യൂ, ആർ, അവർക്ക് എന്ത് കൊടുക്കാണ്ട്? കമ്മീഷൻ കൊടുക്കാണ്ട്. കമ്മീഷൻ ഡ്യൂ. കമ്മീഷൻ ഏത് എമൗണ്ടിലാണ് കൊടുക്കുക? ഗ്രോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രോസ് ലയബിലിറ്റിയിലാണ് കൊടുക്കേണ്ടത്. ടോട്ടൽ എമൗണ്ട് ഓഫ് ലയബിലിറ്റി. അപ്പൊ ഗ്രോസ് ലയബിലിറ്റിയിലാണ് കമ്മീഷൻ കൊടുക്കേണ്ടത്. അപ്പൊ ഗ്രോസ് ലയബിലിറ്റിയിൽ കമ്മീഷൻ കൊടുക്കുമ്പോൾ 2,92,500. എത്രയാണ് കമ്മീഷൻ? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. കമ്മീഷൻ 2% ഓഫ് ഇഷ്യൂ പ്രൈസ് ആണ്. എത്രയാണ് ഇഷ്യൂ പ്രൈസ്? 10 ആണ് ഫേസ് വാല്യൂ ആൻഡ് പ്രീമിയം 1 ആണ്. അപ്പൊ എത്ര ഇഷ്യൂ പ്രൈസ്? 11 ആണ്. ക്വസ്റ്റ്യൻ വായിക്കൂ. ഫസ്റ്റ് പാർട്ട്, എ കമ്പനി റിസോൾവ് ടു ഇഷ്യൂ 5 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 1. അപ്പൊ എത്ര ഇഷ്യൂ പ്രൈസ്? ഫേസ് വാല്യൂ കിട്ടും 10 പ്ലസ് പ്രീമിയം ചേർത്ത് 1 പ്രീമിയം ചേർത്ത് 11 ആണ് ഇഷ്യൂ പ്രൈസ്. എത്ര കമ്മീഷൻ? ഈ ഇഷ്യൂ പ്രൈസിന്റെ 11ന്റെ 2% ആണ് കമ്മീഷൻ. അങ്ങനെ എത്ര ഷെയർസ് ഉണ്ട്? 2,92,500 into 11, ഇതിന്റെ 2%. ക്യൂ ആണെങ്കിൽ ക്യൂന് എത്രയാണ് എമൗണ്ട് ഗ്രോസ് ലയബിലിറ്റി ഉള്ളത്? 1,12,500. ക്യൂ ആകുമ്പോൾ 1,12,500 into ഇഷ്യൂ പ്രൈസ് 11 into 2%. ആർ ആകുമ്പോൾ എത്രയാണ് ആറിൻ്റെത്?
45,000 ആണ് ആറിന്റെ ലയബിലിറ്റി ഉള്ളത്. സോ 45,000 ഗ്രോസ് ലയബിലിറ്റി ഇൻറ്റു 11 ഇൻറ്റു 2%. സോ കാൽക്കുലേറ്റർ യൂസ് ചെയ്യൂ. എത്രയാണ് ഇവർക്ക് കമ്മീഷൻ കൊടുക്കേണ്ടത്? കമ്മീഷൻ എപ്പോഴും ഗ്രോസ് ലയബിലിറ്റിയിലാണ്. അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോട്ട്സ് കാണിച്ചു തരാം. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞതാണ്, ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്മീഷൻ ഈസ് പേയബിൾ ഓൺ ദി ഹോൾ ഇഷ്യൂ അണ്ടർറൈറ്റൻ. സോ ഹോൾ ഇഷ്യൂമിലാണ്, ഓർ ഇൻ അതർ വേർഡ്സ് ഗ്രോസ് ലയബിലിറ്റിയിലാണ് കമ്മീഷൻ കൊടുക്കേണ്ടത്. സോ ദിസ് വാസ് ക്വസ്റ്റ്യൻ നമ്പർ 2. കമ്മീഷൻ കൊടുക്കേണ്ടത് ഗ്രോസ് ലയബിലിറ്റിയിലാണ്. പിയുടെ ഗ്രോസ് ലയബിലിറ്റി 2,92,500 ഇൻറ്റു ഇഷ്യൂ പ്രൈസ് 11 ഇൻറ്റു 2%, 64,350 ആണ് പിക്ക് കൊടുക്കേണ്ട കമ്മീഷൻ. Gross liability of Q 1,12,500 into issue price 11 into 2%, 24,750 ആണ് Q കൊടുക്കേണ്ടത്. R 45,000 into 11 into 2%, R കൊടുക്കാനുള്ള കമ്മീഷൻ 9,900. ഇത് കമ്മീഷൻ ഡ്യൂ ആണ്. ഇനി ഇത് കൂടാതെ ഒരു ഐറ്റം കൂടി ഉണ്ട്. ഇവർ ഷെയർ എടുത്തിട്ടുണ്ട്. ഇവർ ഷെയർ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ക്യാഷ് തിരിച്ചു തരണം. ഇവരുടെ ഷെയർ എടുത്തത് എത്രയാണ്? ഇവർ ഷെയർ എടുത്തത് നമ്പർ ഓഫ് ഷെയർസ് എഗ്രിമെന്റ് പ്രകാരം സബ്സ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എമൗണ്ട് ബേസ്ഡ് ഓൺ സബ്സ്ക്രിപ്ഷൻ ആസ് പെർ എഗ്രിമെന്റ് പ്രകാരം. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഞാൻ റെഡ് ഇങ്കില് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നെറ്റ് ലയബിലിറ്റിയുടെ ബേസിസിലാണ് അവരെന്ത് കൊടുക്കുക? എമൗണ്ട് കൊടുക്കുക. എത്രയാണ് അവരുടെ നെറ്റ് ലയബിലിറ്റി? ടോട്ടൽ ലയബിലിറ്റി എടുക്കുന്നത് നെറ്റ് ലയബിലിറ്റി 2,000 ആണ്. അപ്പൊ 2,000 into 11 എത്രയായിരിക്കും? 22,000. ആൻഡ് നമ്മുടെ ക്യൂക്ക് ഒരു നെറ്റ് ലയബിലിറ്റി ഇല്ല, സോ ഹിസ് 0. ആൻഡ് 4,250 ആണ് ആർ എടുക്കേണ്ടത്. അപ്പൊ ആറിൻ്റെത് 4,250 ഇൻറ്റു ഇവർ ഷെയർ വാങ്ങിക്കണം. ഷെയർ വാങ്ങിക്കുമ്പോൾ എത്ര കൊടുക്കണം? 11 rupees കൊടുക്കണം. സോ ഇവർ ഷെയർ എടുക്കുമ്പോൾ 46,750. സോ നെറ്റ് എത്രയാ? 64,350 കമ്മീഷൻ കൊടുക്കാനുണ്ട്. അതിൽ 22,000 ഷെയർ എടുത്തതിന്റെ ബേസിലായിട്ട് അവരുടെ അടുത്ത് നിന്ന് കിട്ടാനുണ്ട്. അപ്പൊ 64,350 അവർക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ 64,350 കമ്മീഷൻ കൊടുക്കാനുണ്ട്. 22,000 അവരുടെ അടുത്ത് നിന്ന് ഷെയറിന്റെ ബേസ് ആയിട്ട് കിട്ടാനുണ്ട്. അപ്പൊ ബാലൻസ് എത്ര കൊടുക്കേണ്ടത്? 42,350. അപ്പോൾ എമൗണ്ട് പെയ്ഡ് ആണ് ഫസ്റ്റ് കേസിൽ. സെക്കൻഡ് കേസിൽ, സോ ദിസ് ഇസ് ഞാൻ ഇങ്ങനെ എഴുതുന്നുണ്ട്, എമൗണ്ട് പെയ്ഡ്. സെക്കൻഡ് കേസിൽ എത്രയാണ് കമ്മീഷൻ ഡ്യൂ ഇയാൾക്ക്? 45,000 into 11 into 12%, 9,900 ആണ് ഇയാൾക്ക് കൊടുക്കേണ്ട കമ്മീഷൻ. ബട്ട് ഷെയർ എടുക്കുമ്പോൾ ഇയാൾ എത്ര തരണം? 46,750. അപ്പൊ സെറ്റ് ഓഫ് ചെയ്തിട്ട് ഇനിയും ആൾ എത്ര തരാണ്ട്? 36,850 തരാനുണ്ട്. അപ്പൊ എമൗണ്ട് റിസീവ്ഡിനുള്ളത് കൊണ്ട് ഞാനിത് ബ്രാക്കറ്റിൽ എഴുതി കാണിക്കുന്നുണ്ട്. എക്സാമിനർക്ക് മനസ്സിലാവും ബ്രാക്കറ്റിൽ എമൗണ്ട് റിസീവ്ഡ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ കുറച്ച് ഇങ്ങനെ തിയറി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, കുറെ മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? എങ്ങനെ മാർക്ക്ഡ് ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കണം എന്നൊരു വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്തു. എങ്ങനെ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കണം വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്തു. പിന്നെ നെറ്റ് ലയബിലിറ്റിയുടെ ഒരു ഫോർമാറ്റ് ഉണ്ട്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദാറ്റ് ഫോർമാറ്റ് നമ്മൾ അത് ഡിസ്കസ് ചെയ്തു. പക്ഷെ അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു പിന്നീട് രണ്ടാമത്തെ പാർട്ട് നമ്മൾ ഇപ്പൊ ചെയ്തപ്പോ നിങ്ങൾ ഇത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്ത് മനസ്സിലായിട്ടുണ്ടാവും? ആ ഫോർമാറ്റ് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയാണ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എന്താണ് ഗ്രോസ് ലയബിലിറ്റി, ഫേം അണ്ടർ റൈറ്റിംഗ്, നെറ്റ് ലയബിലിറ്റി. ആ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ ഡൗട്ട് ഉള്ളത് എന്തായിരിക്കും? ഈ കമ്മീഷന്റെ കാൽക്കുലേഷനിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും. ബട്ട് അത് അടുത്ത പാർട്ടിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇത് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതിന്റെ ബേസിലാണ് പറയുന്നത്. അടുത്ത പാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ഈച്ച് പാർട്ട് നിങ്ങൾ 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ പാർട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം 4 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. ആ 4 ക്വസ്റ്റ്യൻസും ഒറ്റയിരുപ്പിൽ വീണ്ടും ഈ യൂട്യൂബിലെ ക്ലാസ് കാണുക. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. പിന്നീട് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒരു തവണയും കൂടി നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണം യൂട്യൂബിൽ നിന്ന്. അതോടുകൂടി എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും ആൻസർ ചെയ്യാനുള്ള പരുവത്തിലായിട്ടുണ്ടാവും. അപ്പോൾ ഈച്ച് ക്വസ്റ്റ്യൻ പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ പാർട്ട് പ്രാക്ടീസ് ചെയ്യുക.
പിന്നീട് ഒറ്റയിരുപ്പിൽ ഇരുന്നിട്ട് ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റയിരുപ്പിൽ ഇരുന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്യാം 4 ക്വസ്റ്റ്യൻസും. പിന്നീട് ഒരു ദിവസം കൂടി ഇതിന് സ്പെൻഡ് ചെയ്യുക റിവിഷന്റെ പേർപ്പസിന്. റിവിഷൻ എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഒറ്റയിരുപ്പിൽ അല്ലെങ്കിൽ അപ്പൊ തന്നെ ഒറ്റയിരുപ്പിൽ ഒന്നുകൂടി ഇത് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി ഈ പാർട്ടിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റും. അതിനുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് സെപ്റ്റംബറിലാണ് CMA ഇന്റർമീഡിയറ്റിന്റെ എക്സാം വരുന്നത്. ആ സമയമാകുമ്പോൾ തന്നെ ഈച്ച് വീക്ക് അല്ലെങ്കിൽ ഈച്ച് 2 വീക്സ് കൂടുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യും വീണ്ടും. അപ്പൊ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ വീണ്ടും ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കും. അത് കറക്റ്റ് സമയത്തിന് അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ചെയ്യുക. അപ്പൊ സെപ്റ്റംബർ ആകുമ്പോഴേക്കിന് നിങ്ങൾ ഇത് കംപ്ലീറ്റ് തറോ ആയിട്ട് ഒരുപാട് 7 8 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് തറോ ആയിട്ടുണ്ടാവും. ആൻഡ് ഈ പാർട്ടിൽ നിന്ന് വരുമ്പോൾ ഫുൾ മാർക്കും സ്കോർ ചെയ്യാനുള്ള റെഡി ആയിട്ടുണ്ടാവും CMA ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസ്. CA ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസിന് ഞാൻ ഈ 4 പാർട്ടിന്റെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ആ പാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈച്ച് പാർട്ടായിട്ട് പഠിക്കുക. പിന്നെ ഒറ്റയടിക്ക് ഇരുന്നിട്ട് ഒറ്റ ഇരിപ്പിൽ ഇരുന്നിട്ട് ഈ 4 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതൊന്നുകൂടി പ്രാക്ടീസ് ചെയ്യുക. അത് ധാരാളമാണ്. നിങ്ങളുടെ ജൂലൈയിലുള്ള വരുന്ന ഇന്റർമീഡിയറ്റ് എക്സാമിനേഷനിൽ ഈ 4 ക്വസ്റ്റ്യൻസും ധാരാളമാണ്. നിങ്ങൾക്കും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ആക്കുക. താങ്ക് യു എവ്രി വൺ. താങ്ക് യു ഫോർ ലിസണിംഗ് വിത്ത് ബാസിൽ നീലാമ്പ്ര, ആൻഡ് താങ്ക് യു ഫോർ ലേണിംഗ് വിത്ത് ബാസിൽ നീലാമ്പ്ര. All the best.